പൊതുവെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളോട് പറയാൻ വേണ്ടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ ദിലീപ് കുമാർ. SKN ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്ന് SSLC പരീക്ഷാഫലമാണ്. വൈകിട്ട് 3 മണിക്കാണ് 10ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തിറക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. SSLC പരീക്ഷയോടൊപ്പം തന്നെ THLC പരീക്ഷാഫലവും ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹിയറിംഗ് എംപെയർഡ് വിദ്യാർത്ഥികൾക്കുള്ള SSLC ടെക്നിക്കൽ ഹൈസ്കൂൾ പരീക്ഷാഫലവും ഇന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 4 മണി മുതൽ ഇത് മൊബൈൽ ആപ്പുകളിലും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പരീക്ഷാഭവൻ്റെയൊക്കെ മൊബൈൽ ആപ്പുകളിലും വെബ്സൈറ്റുകളിലും ഈ പരീക്ഷാഫലം ലഭ്യമായിരിക്കും. ഇതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, പ്രേക്ഷകർ ചോദിക്കുന്നത് CBSE പരീക്ഷാഫലം എപ്പോഴാണെന്നതാണ്. CBSE പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് CBSE അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കും. ഇക്കാര്യത്തിൽ തീയതി സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. 6ാം തീയതി ഇത് പ്രസിദ്ധീകരിക്കും എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ CBSE അധികൃതർ വ്യക്തമാക്കിയിരുന്നത് അങ്ങനെ ഈ തീയതികളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തീയതികൾ തെറ്റാണ്. ഔദ്യോഗികമായി തന്നെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം അറിയിക്കും എന്നാണ്. അതുകൊണ്ട് പരീക്ഷാഫലം CBSEയുടെ 10, 12 ക്ലാസ്സുകളിലെ പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കും. മറ്റൊന്ന്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം ജില്ലയിൽ നിപ്പയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്നലെ നിപ്പ ബാധ മലപ്പുറം സ്വദേശിനിക്ക് സ്ഥിരീകരിച്ചിരുന്നു. പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിക്കാണ് ഈ നിപ്പ ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം എത്തിയതിനു ശേഷമാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രാവിലെ 9:30 ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ഉന്നത യോഗം ചേരുന്നുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പ് ഉടൻ പുറത്തിറക്കും. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ആ വീട്ടിലെ, അതായത് ഈ രോഗബാധിതയായ സ്ത്രീയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ചയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്ത് ചത്ത പൂച്ചകളുടെ സാമ്പിളുകൾ ശേഖരിച്ചതായും 9 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ.